ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സഭാമാതാവ് ധ്യാന വിചിന്തനത്തിനായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ തിരുവചനം. ഇവിടെ ഈശോ പ്രതികാരം, ക്ഷമ, ശത്രുസ്നേഹം, ദൈവസ്നേഹം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്നു. ഈശോ നമ്മെ ഒരു വെല്ലുവിളിയിലേക്ക് ക്ഷണിക്കുകയാണ്. പഴയ നിയമത്തിലെ കണ്ണിന് പകരം കണ്ണ് എന്ന നീതിയിൽ നിന്നും പുതിയ നിയമത്തിലെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന ദൈവസ്നേഹത്തിലേക്ക്. മനുഷ്യഹൃദയം പ്രതികാരത്തിന് വേണ്ടി ഓടുന്നു, പക്ഷേ ദൈവഹൃദയം ക്ഷമയിലേക്ക് തുറക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേനയോ ബോക്സോ എന്തെങ്കിലും കേടുവരുത്തിയാലോ നിങ്ങൾ എന്ത് ചെയ്യും? കോപം വരുമല്ലേ? അല്ലെങ്കിൽ ഞാനും തിരിച്ചു ചെയ്യും എന്ന് തോന്നൂലേ? നമ്മളിൽ പലർക്കും അങ്ങനെ തന്നെയാവും ചെയ്യാൻ തോന്നുക. പക്ഷേ യഥാർത്ഥ ധൈര്യം എന്താണെന്നോ? തിരിച്ച് വേദനിപ്പിക്കുകയല്ല, മറിച്ച് സ്നേഹിക്കുകയാണ് വേണ്ടത്. ഈശോ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോ നമ്മോട് പറഞ്ഞത് എളുപ്പമുള്ള ഒരു കാര്യമല്ല, മറിച്ച് മനോഹരമായ ഒരു വഴിയാണ്. ഒരിക്കൽ ഒരു കുട്ടി കൂട്ടുകാരനുമായി വഴക്കുണ്ടാക്കുന്നതിനിടയിൽ ദേഷ്യത്തിൽ കല്ലെടുത്തെറിഞ്ഞു. വേദനിച്ച കൂട്ടുകാരൻ കല്ലെടുത്ത് തിരിച്ചറിയാൻ തോന്നിയെങ്കിലും ഞായറാഴ്ച വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ ശത്രുസ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച കാര്യം ഓർത്തു. പിറ്റേ ദിവസം ആ കൂട്ടുകാരൻ ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ആ കുട്ടി കൂട്ടുകാരനോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ അവർ വീണ്ടും നല്ല കൂട്ടുകാരായി. കൂട്ടുകാരെ, കല്ലെറിയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ചോക്ലേറ്റ് കൊടുക്കാൻ വലിയ ഹൃദയം വേണം. നമ്മളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അവരോട് ഒന്ന് സ്നേഹത്തിൽ സംസാരിച്ചാൽ മതി, അവരുടെ ഹൃദയം മാറും. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് അതൊരു ശക്തിയാണ്. നമ്മുടെ ഉള്ളിൽ കോപം നിറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒരു ഇരുണ്ട മുറി പോലെയാകും. പക്ഷേ ക്ഷമിച്ചാൽ അവിടെ ഒരു വിളക്ക് തെളിയുന്നത് പോലെ പ്രകാശം വീഴും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കോപം വന്നാൽ കോപിക്കാതെ ഒരു പുഞ്ചിരി കൊടുക്കാം, ഒരു നല്ല വാക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഈ ലോകം കുറച്ചുകൂടി സുന്ദരമാകും. നമ്മുടെ സ്നേഹം ചുരുക്കം ചില വ്യക്തികളിൽ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ മാത്രം ഒതുങ്ങുന്നുവെങ്കിൽ നമ്മൾ ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കുന്നു. പക്ഷേ നമ്മൾ ശത്രുക്കളെ ഉൾക്കൊള്ളുമ്പോൾ ദൈവത്തെ പോലെയാണ് ജീവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, എനിക്ക് എളുപ്പമല്ല എന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ. എനിക്ക് ശക്തി തരണമേ. എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ, അവർക്കായി പ്രാർത്ഥിക്കാൻ എനിക്ക് കരുണ തരണമേ. നിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണ്ണതയിൽ എന്നെ വളർത്തണമേ. പ്രതികാരത്തിന്റെ വഴിയിൽ നിന്നും സ്നേഹത്തിന്റെ വഴിയിലേക്ക് എന്നെ നയിക്കണമേ. എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഇരുളിൽ വെളിച്ചമായി ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.